അല്ല മാഷേ, നിങ്ങളല്ലേ പറഞ്ഞേ ഈ EVM-ൽ അട്ടിമറിയുണ്ട്, അതുണ്ട്, ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിക്കുമെന്നൊക്കെ. ഇപ്പോൾ എന്തായി? വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞതാണ് EVM-ൽ അട്ടിമറി സംഭവിക്കും എന്നുള്ളത്. 38 ഡൽഹിയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ അട്ടിമറിക്ക് ശ്രമിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 38 മണ്ഡലങ്ങളിൽ എന്താണ് അവിടെ സംഭവിച്ചത്? പോൾ ചെയ്ത വോട്ടും, അതായത് രേഖപ്പെടുത്തിയ വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസം. പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ് എണ്ണിയ വോട്ടുകൾ, അതായത് വോട്ടർമാരെക്കാൾ കൂടുതലാണ് എണ്ണിയ വോട്ടുകൾ എന്നർത്ഥം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു? അവിടെ പിന്നെ വിജയിച്ചത് ആം ആദ്മിയാണല്ലോ. അപ്പോൾ ആം ആദ്മിക്കാരാണോ വോട്ടിംഗ് മിഷനകത്ത് ക്രമക്കേടുണ്ടാക്കിയത്? BJP-യെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അവർ തോറ്റവരല്ലേ? അല്ല, ഇതിന് പിന്നിൽ അവർ തന്നെയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ തന്നെ പുറത്തു വന്നത് EVM മിഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. വോട്ട് മിഷനിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പരസ്യമായി തുറന്നു പറയുന്നു. ഒരു മുഖ്യമന്ത്രി പരസ്യമായി പറയുകയാണ്, ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല, ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഞങ്ങൾ തോൽക്കുമെന്ന് ഒരു മുഖ്യമന്ത്രി പരസ്യമായി പറയുന്നു. മറിച്ച് അമിത്ഷാ വളരെ വ്യക്തമായി പറയുന്നു, ഡൽഹിയിൽ ഞങ്ങൾ വിജയിക്കും എന്ന്. പക്ഷേ ആം ആദ്മിക്ക് മുന്നിൽ അവർ പരാജയപ്പെട്ടു. എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള എല്ലാ ബൂത്തുകൾക്കും മുന്നിൽ ആം ആദ്മിക്കാരുണ്ടായിരുന്നു, ആം ആദ്മിയുടെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാ ബൂത്തുകളിലും ആം ആദ്മിയുടെ ആളുകൾ തയ്യാറായി നിന്നു. രാത്രിയും പകലും ഉറക്കമൊഴിച്ച് അവർ അവിടെ കാവൽ നിന്നു. പിന്നെ എങ്ങനെയാണ് ഈ EVM-നകത്ത് ഈ ക്രമക്കേടുണ്ടായത്? ഇത്രയെല്ലാം സുരക്ഷയൊരുക്കി, എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു? വ്യക്തമാക്കി പറഞ്ഞു തരാം. ചിലയിടങ്ങളിൽ BJP-ക്ക് ഒരു കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു. ആം ആദ്മിയുടെ അടുക്കൽ വലിയ നാടകത്തിന് അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ EVM-നകത്ത് ചെറിയ വോട്ടിന്റെ എണ്ണം കൂട്ടിയേക്കാം. അതായത് അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുള്ള കുറച്ച് വോട്ടുകളുടെ എണ്ണം നമ്മൾ ക്രമക്കേടുകളിലൂടെ കൂട്ടിയേക്കാം. 1000 വോട്ട്, 500 വോട്ടൊക്കെ BJP സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെ നേരത്തെ അവർ രേഖപ്പെടുത്തി വെച്ചു. ഇനി പോളിംഗ് ശതമാനം എതിരാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ബൂത്തിൽ നിന്ന് EVM പുറത്തിറക്കാം, അവിടെ നമുക്ക് വേറെ സാധനം കയറ്റിയേക്കാം, UP-യിലൊക്കെ ചെയ്തതുപോലെ. പക്ഷേ ആ സംഭവം നടന്നില്ല. ബൂത്തിൽ നിന്ന് EVM പുറത്തിറക്കാനുള്ള ശ്രമം നടന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെയൊരു നീക്കം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ഡൽഹിയിൽ പിടികൂടുകയും ചെയ്തു. ഇത് വെറുതെ പറയുകയല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. EVM മിഷനുമായി ബൂത്തിലേക്ക് പോകാതെ, അതിനെ സുരക്ഷാ മേഖലയിൽ ഏൽപ്പിക്കാതെ, സ്ട്രോങ് റൂമിൽ വെക്കാതെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. അവർ EVM-നകത്ത് ക്രമക്കേടുകൾ ഉണ്ടാക്കി, വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇത്തിരി വോട്ടുകൾ കൂട്ടിവെച്ചു. അതായത് ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ളത്. പക്ഷേ ആ വോട്ടുകൾ അവർക്ക് തുണിയായില്ല. അതിൻ്റെ കാരണം EVM-നേക്കാൾ വലിയ ശക്തിയായിരുന്നു അവിടെയുള്ള പൊതുജനം. അവർക്ക് BJP-യോടുള്ള ഒരു വലിയ എതിർപ്പ് അവർ ശക്തമായി പ്രകടിപ്പിച്ചപ്പോൾ അവർ നേരത്തെ തയ്യാറാക്കിയ ഈ 1000-ഉം 500-ഉം വോട്ടുകൾ അവിടെ BJP-ക്ക് ഗുണം ചെയ്യാതെ വന്നു. അങ്ങനെയുള്ള സാഹചര്യം അവർക്ക് എല്ലാം കഴിഞ്ഞ് വോട്ടിംഗ് ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെ അവർക്ക് മനസ്സിലായി തോൽക്കുമെന്നുള്ളത് ഉറപ്പായി. പിന്നീടുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും EVM പുറത്തിറക്കുക എന്നുള്ളതാണ്. അത് ആം ആദ്മി പ്രവർത്തകരെ അവരോട് ഏറ്റുമുട്ടിയിട്ട് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ടാണ് അവർ പോളിംഗ് ശതമാനം അടക്കം ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ച്
24 മണിക്കൂറോളം പിടിച്ചുവെച്ചത് അത് പുറത്തുവിടാതെ. പിന്നീട് ഇലക്ഷൻ കമ്മീഷന് ബോധ്യമായി അരവിന്ദ് കെജ്രിവാൾ എന്ന സമർത്ഥനായ രാഷ്ട്രീയ ചാണക്യന് മുന്നിൽ ഒരു നാടകം കളിച്ചു കഴിഞ്ഞാൽ നമ്മളടക്കം പ്രതികളാകും എന്നുള്ള ഒരു തോന്നലുണ്ടായത് കൊണ്ട് മാത്രമാണ് ഡൽഹിയിൽ ഒരു EVM അട്ടിമറി ഉണ്ടാവാതിരുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ പല പ്രമുഖരും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ അവർ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് EVM മിഷനുകൾക്ക് ആം ആദ്മി പ്രവർത്തകർ സുരക്ഷാ കവചമായി. അതിനാൽ ഡൽഹിയുടെ ജനവികാരം എന്താണെന്ന് തിരിച്ചറിയാൻ രാജ്യത്തിന് സാധിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ രീതിയിൽ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മിയെ മാതൃകയാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം.